ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. അതിലേറ്റവും പ്രാധാന്യമുള്ള ഒരു ഗ്ലാൻഡിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ അറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെ, വളരെ പ്രത്യേകതയുള്ള ഒത്തിരിയും നിയന്ത്രണങ്ങളുള്ള തൈറോയിഡ്. അതിന് നമുക്ക് കൂടുതൽ അടുത്തറിയാം. സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നേരത്തെ അറിയാം. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സരൺ സാറിനെയും. സരൺ സാർ, യു ആർ വെൽക്കം. താങ്ക് യു. ആക്ച്വലി ഇന്നത്തെ ഒരു സെഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചൊന്നുമല്ല. കാരണം എല്ലാ ശരീരകോശങ്ങളുടെയും ഒരുപക്ഷെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന, ഈവൻ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാഹനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്സിലറേറ്റർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് തൈറോയിഡ് ഗ്ലാൻഡ്, അല്ലെങ്കിൽ അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ന് പറയേണ്ടി വരും. മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തൈറോയിഡിന്റെ പ്രവർത്തനം. അപ്പോൾ ചെറിയൊരു വാക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നുണ്ടെങ്കിലും, പക്ഷെ മെറ്റബോളിസം ആണ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എല്ലാം തീർന്നു അതില്, ഉപാപചയം. പക്ഷെ ഈ ഉപാപചയത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ആ ഒരു സ്ലൈഡിലേക്ക് വരുമ്പോൾ അതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഒരുപക്ഷെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനിനെ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അമിനോ ആസിഡ്, കാർബോഹൈഡ്രേറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസ്, ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റിയിട്ട് ശരീരത്തിന് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ പണിയൊന്നുമല്ല. അതിന് ഈ ഒരു വാക്കിൽ ഉപാപചയം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വാക്കിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ മെറ്റബോളിസം അത്ര സിമ്പിൾ ആയിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരത്തിലെ വേണ്ടത്ര അളവിൽ കാൽസ്യം ഉണ്ടാവും, ശരീരം വേണ്ട രീതിയിൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിലെ ഓർമ്മ വളരെ എളുപ്പത്തിൽ പറയാം. ഞാൻ ഇന്നലെ കണ്ട ഒരാളുടെ പേര് എനിക്ക് ഇന്ന് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ്, കോഗ്നിറ്റീവ് എബിലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് ഈ ഒരു ഉപാപചയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത്. ഇതിലെവിടെയെങ്കിലും ലാപ്സ് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഇൻക്ലൂഡിങ് മൂഡ് സ്വിങ്സ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അതിനെ ഇതെല്ലാം കൂടിയിട്ട് എഫക്ട് ചെയ്യുന്ന എവിടെയാണെന്നറിയോ? ക്ഷീണം വരും, അതിന്റെ ഒന്നിച്ച് തന്നെ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് മാറി മാറി വരും. അപ്പൊ എപ്പോഴാണ് കോപം വരുന്നത്, അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരുന്നത്, അതോ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്, ഇതൊന്നും നമുക്ക് ഒരു കൺട്രോളിൽ ഇല്ലാത്ത പോലെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ നമ്മൾ ഈ TA, സാറ് നേരത്തെ പറഞ്ഞു, TA ഒക്കെ പഠിച്ചേ മതിയാവും. അപ്പോഴാണ് നമുക്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫ് കൊണ്ടുപോകാൻ പറ്റുക, അല്ലെ? അപ്പൊ നമുക്ക് ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നറിയാം. എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ ഒരുപക്ഷെ ഇന്ന് പറ്റില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാം. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. സോ തൈറോയിഡിനെ ഇന്ന് കുറച്ച് നേരത്തെ അറിയാം, മനസ്സിലാക്കാം. തൈറോയിഡ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട് എന്നല്ല. തൈറോയിഡ് ഗ്ലാൻഡ് എല്ലാവർക്കും ഉണ്ട്, അതെന്താ എത്ര പറയാൻ? എനിക്ക് ലിവർ ഉണ്ടെന്നാണോ പറയാറ്? അല്ല, ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയും. പക്ഷെ തൈറോയിഡിനെ സംബന്ധിച്ച് പൊതുവെ തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തൈറോയിഡ് ശരിയായി വർക്ക് ചെയ്യാത്ത അവസ്ഥയ്ക്കാണ് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം ബന്ധപ്പെട്ടിട്ടാണ് തൈറോയിഡ് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് തൈറോയിഡ് ഉണ്ട് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഒരുപക്ഷെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് തൈറോയിഡ് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആ ഗ്ലാൻഡിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടോട്ടൽ ലൈഫ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും. നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒക്കെ എല്ലാ പർപ്പസ് എന്താണ്? സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും കാരിയർ റിലേറ്റഡ് ആയാലും ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ഈ ഒരു ഗ്ലാൻഡിന് നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കാം.
പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു പൂമ്പാറ്റയുടെ ഷേപ്പിലുള്ള ഏകദേശം ഒരു 30 ഗ്രാമിൽ താഴെ മാത്രമുള്ള ഒരു ഗ്ലാൻഡ് ആണ് ഈ ഒരു ഗ്രന്ഥി. എന്നാൽ വലിപ്പത്തിൽ നോക്കുമ്പോൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ. 30 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിപ്പത്തിൽ അത് വലിയൊരു ഗ്ലാൻഡ് തന്നെയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ശരിക്കും നമ്മുടെ ഫർണസ് ആണെന്നാണ് പറയുന്നത്. ഒരു ഫർണസ് എന്താ ചെയ്യുന്നത്? ചൂടാക്കും അല്ലെ, ശരീരത്തിന് ചൂടാക്കും. അപ്പൊ ശരീരത്തിന് ചൂടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഹോർമോൺസ് ഇത് ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരുപക്ഷെ അടുപ്പാണ് തൈറോയിഡ് എങ്കിൽ ഇതിന്റെ തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ചൂട് നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറിയാണ്, തെർമോസ്റ്റാറ്റ് എന്ന് പറയാം. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിലും ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിലും വേർക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ലേ തണുത്ത പ്രതലത്തില് തൊടുമ്പോൾ പോലും. അപ്പൊ അതൊക്കെ വരുന്നത് ഈ ഒരു തെർമോസ്റ്റാറ്റും അതുപോലെ തന്നെ ഫർണസും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. അതുപോലെ തന്നെ ശരീരത്തിൽ വളരെ കുറച്ചു മാത്രം ഉള്ള ഒരു മിനറലാണ് അയോഡിൻ, മൈക്രോ ന്യൂട്രിയന്റ് എന്ന് പറയാം. ഈ ഒരു അയോഡിന് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്ലാൻഡ് ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അത് തൈറോസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വളരെ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ ഹോർമോണും ഒരുമിച്ചങ്ങ് റിലീസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ടോക്സിസിറ്റിയിലേക്ക് എത്തും. തൈറോയിഡിന്റെ ടോക്സിസിറ്റിയിലേക്ക്, ആ ഹോർമോണിന്റെ ടോക്സിസിറ്റിയിലേക്ക് എത്തും. അത് ശരീരത്തിന് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല, ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം. അതുപോലെ ഒരു പ്രഗ്നൻസി പീരീഡിൽ ആ കുട്ടിയുടെ ശരീരത്തില് ഒരു 18 ആഴ്ച ആകുമ്പോഴേക്ക് തന്നെ അതിന്റെ സ്വന്തമായിട്ടുള്ള തൈറോയിഡ് ഗ്ലാൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഗ്ലാൻഡ് അതിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് മുതൽ ഈവൻ ഒരു 5 വയസ്സ് വരെയുള്ള കംപ്ലീറ്റ് ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, മെന്റൽ ഗ്രോത്ത് അടക്കമുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ആ തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. പിന്നെ അതുപോലെ തൈറോയിഡ് ഡിസോർഡേഴ്സ് സാധാരണഗതിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ അറിയാമെന്ന് ഞാൻ പറയാനും കാരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി അതിനെ നമ്മുടെ വരുതിക്ക് നിർത്താനോ പറ്റുന്ന ഒരു രീതിയാണ് തൈറോയിഡിന് നമ്മളോടുള്ളത്. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. തൈറോയിഡ് ഗ്ലാൻഡ് സാധാരണഗതിയിൽ തൈറോയിഡ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് സൈഡിൽ പാരാതൈറോയിഡ് ഗ്ലാൻഡ് കൂടിയുണ്ട്. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ് സാധാരണഗതിയിൽ കാൽസ്യം റെഗുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു പോർഷനിലേക്ക് ഞാൻ ഒരുപാട് അങ്ങ് പോകുന്നില്ല. പക്ഷെ പാരാതൈറോയിഡ് ഗ്ലാൻഡും തൈറോയിഡ് ഗ്ലാൻഡും അടുത്തടുത്താണ്. അത് ഈ കഴുത്തിന് ഇവിടെ ലാരിങ്സിന്റെ ബാക്കിലാണ് ഉണ്ടാവുക. ആ ഗ്ലാൻഡ് ശരിയായിട്ട്, ഈ രണ്ട് ഗ്ലാൻഡും ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് എല്ലിന്റെ ശക്തിയൊക്കെ വളരെ നന്നായിട്ടുണ്ടാവും. കാരണം തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിട്ടോണിനും ഇവിടെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ PTH ഹോർമോൺ, പാരാതൈറോയിഡ് ഹോർമോണിനും വർക്ക് ഉണ്ട് ബോൺ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. തൈറോയിഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഉപാപചയം. ഉപാപചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ എന്താ ചാരുതയോട് കൂടിയിട്ട്, മീൻസ് അത്രയും എബിലിറ്റിയോട് കൂടിയിട്ട് അതിനെ ചെറിയ 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 പോർഷൻസ് ആക്കിയിട്ട് അതിൽ നിന്ന് വേണ്ടത് മാത്രം എടുത്ത് അതിൽ നിന്ന് ഊർജത്തിന് വേണ്ടത് മാറ്റിയെടുത്ത് അങ്ങനെ ഓരോ രീതിയിലും എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഊർജം തരുന്നില്ലല്ലോ. അപ്പൊ ഊർജം തരാത്തവയും ഊർജം തരുന്നവയും മാറ്റി, അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഈവൻ സ്പ്ലിറ്റ് ആവില്ലേ, മീൻസ് ഹീമോഗ്ലോബിൻ ഇതിനൊരു ലൈഫുണ്ട്, കോശങ്ങൾ ഓരോ കോശത്തിനും ഒരു ലൈഫുണ്ട്. ഈ ലൈഫിനൊക്കെ അനുസരിച്ച് കോശങ്ങളെ ഡിപ്ലീഷൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ തിരിച്ചെടുക്കുക. ഹീമോഗ്ലോബിൻ ആണെങ്കിൽ അതിൽ നിന്ന് ഫെറിറ്റിൻ പോലെയുള്ളത് തിരിച്ചെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും ആവശ്യത്തിനനുസരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് സപ്ലൈ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം വരുന്ന ഒരു വലിയ പ്രോസസ്സാണ് മെറ്റബോളിസം. അപ്പൊ ഈ മെറ്റബോളിസം എവിടെയാണ് നടക്കുന്നത്? ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നടക്കുന്നുണ്ട് അല്ലെ. എല്ലാ കോശങ്ങളിലും നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാറ്റബോളിസം അതുപോലെ തന്നെ ആനബോളിസം, ഇങ്ങനെ രണ്ട് രീതിയിലാണ് അത് പൂർണ്ണമായിട്ട് വരിക. അതിന്റെ ഡീറ്റെയിലേക്കല്ല പോകുന്നത്.
പക്ഷേ എല്ലാ കോശങ്ങൾക്കും ഈ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻസ് ശരിക്കും എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസത്തിനനുസരിച്ചാണ് നമ്മുടെ ബോഡി ഷേപ്പ് ഉണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെറ്റബോളിസം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൂടുന്നതിനനുസരിച്ച് ബോഡി കുറച്ചുകൂടി ട്രിം ആൻഡ് ടോൺഡ് ആയിരിക്കും, ഓവർ വെയിറ്റ് രീതിയിലേക്ക് പോവില്ല. ഈ ട്രിം ആൻഡ് ടോൺഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് മാത്രമല്ല നമ്മുടെ ബോഡിയെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് കൂടിയുണ്ട് അല്ലെ. കാണാൻ എങ്ങനെയുണ്ട്, ചില ആൾക്കാരുടെ ശരീരത്തിൽ കൂടുതൽ നീർക്കെട്ട് അല്ലെങ്കിൽ വെള്ളം റീറ്റെയിൻ ചെയ്യുന്ന ഒരു എബിലിറ്റി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ശരീരം വെയിറ്റ് ഒന്നും അധികം ഇല്ല, പക്ഷെ കാണാൻ വല്ലാതെ ഒരു ബൾക്കി ആയിട്ടുണ്ടാവും. ചില ആൾക്കാരുടെ മുഖത്തൊക്കെ എന്താ ഇങ്ങനെ ഉറങ്ങിയില്ലെന്ന് പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ആ പോളകള് അല്ലെങ്കിൽ കണ്ണൊക്കെ തടിച്ച് കവിളൊക്കെ തടിച്ച് ഒരുമാതിരി ആവും കുറേ ദിവസമായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ. ഈ ഒരു പ്രശ്നമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ വരുന്നതുകൊണ്ട് കൂടിയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യേണ്ട സമയത്ത് വ്യായാമം ചെയ്യുക. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ജനറൽ ആയിട്ട് നടക്കുന്ന സമയത്ത് മെറ്റബോളിസം നോർമൽ ആയിരിക്കും. ഊർജത്തിന്റെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഊർജത്തിന്റെ വിനിയോഗം പ്രോപ്പർ ആയിരിക്കും. ഇതിനനുസരിച്ച് മെറ്റബോളിസം, അതിനൊരു റേറ്റ് ഉണ്ട്, ആ മെറ്റബോളിക് റേറ്റ് ഒക്കെ വളരെ നോർമൽ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഹോർമോണൽ ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈവൻ എനർജി ലെവൽ, നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കോഗ്നിറ്റീവ് ക്ലാരിറ്റി, നമുക്ക് ആ ഒരു മെന്റൽ ഓരോ ഡിസിഷൻ എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ കൺഫ്യൂഷൻ വരുന്ന സമയത്തും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് ഫാസ്റ്റായി റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്താം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ലോജിക് ആൻഡ് റീസണിങ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ഈ ഒരു ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു T3 എന്ന് പറയുന്ന ഹോർമോണിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. T3 എന്ന് പറയുന്നത് ട്രൈ അയഡോ തൈറോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. മൂന്ന് അയോഡിൻ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ആക്റ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ T3 സാധാരണഗതിയിൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. T4 അത് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിൽ വെച്ചൊക്കെയാണ് അത് T3യിലേക്ക് മാറുന്നത്. അങ്ങനെ മാറിയിട്ട് പിന്നെ ഇത് ആക്റ്റീവ് ഫോമിലേക്ക് മാറുമ്പോഴാണ് ശരിക്കും അതിന്റെ ഫങ്ഷൻ തുടങ്ങുക. ബയോ ആക്റ്റീവ് ഫോം എന്ന് പലപ്പോഴും ഞാൻ പല സെഷനിലും സംസാരിച്ചിട്ടുണ്ട്. ഈ ബയോ ആക്റ്റീവ് ഫോമിലാവുമ്പോഴാണ് ഇതിനൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് ഓരോ കോശത്തിനും വേണ്ട രീതിയിൽ അതിന്റെ പ്രവൃത്തി കഴിയും. ഈവൻ കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിനെ പറ്റി സംസാരിച്ചു. ഇതും കാൽസ്യം റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലുകളിലെ കാൽസ്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ റീറ്റെയിൻ ചെയ്യേണ്ട കാൽസ്യത്തിന്റെയും ഒരു ലെവലുണ്ട്. ഈ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബ്ലഡിൽ എന്തിനാ കാൽസ്യം? നമ്മുടെ ഹേർട്ട് പമ്പിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹേർട്ട് മസിൽസിന് വേണ്ടിയിട്ടൊക്കെ കാൽസ്യം വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ ഇതിന്റെ ഫങ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതലമസ് ആണ് മാസ്റ്റർ കൺട്രോളർ. ഈ ഹൈപ്പോതലാമസ് ബ്രെയിനിനകത്താണ് ഈ ഒരു ഗ്ലാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥി. അവിടെ നിന്ന് പിറ്റ്യൂട്ടറിക്ക് ഒരു മെസ്സേജ് കൊടുക്കും. ഓക്കെ, ആ മെസ്സേജ് കൊടുക്കുന്നത് TRH എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ വഴിയാണ്. തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്നാണ് അതിന്റെ പേര്. ഈ TRH ഹോർമോൺ അത് പിറ്റ്യൂട്ടറിയോട് പറയും TSH ഹോർമോൺ റിലീസ് ചെയ്യാൻ. തൈറോയിഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ അല്ലെങ്കിൽ തൈറോട്രോപ്പിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈറോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ TSHന്റെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത ഫോമാണ് തൈറോട്രോപ്പിൻ. ഓക്കെ, സോ തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന മെസ്സേജ് ഹൈപ്പോതലാമസ് നിന്ന് പിറ്റ്യൂട്ടറിയിലേക്ക് വരുമ്പോൾ പിറ്റ്യൂട്ടറി തൈറോട്രോപ്പിൻ അല്ലെങ്കിൽ TSH ഉണ്ടാക്കും. ഓക്കെ, ഈ TSH എന്ത് ചെയ്യും? തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് T4 എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കണം. പക്ഷെ ഇത് നേരിട്ട് T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, T എന്ന് പറയുന്നത് തൈറോസിൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് അയഡിൻ എന്നുള്ളതിന്റെയും എത്ര അയഡിൻ ഉണ്ട് എന്നുള്ളതും കാണിക്കുന്നതാണ്. അപ്പൊ T4 നേരിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുക? അല്ല, T0, T1,
T2, T3, T4 ഒക്കെ ഉണ്ട്. പക്ഷെ ഇതില് ഈ T0, T1 പ്രത്യേകിച്ച് റോളൊന്നുമില്ല. T2 കുറച്ച് റോളുണ്ട്, T3 റോളുണ്ട്, T4 റോളുണ്ട്. അപ്പൊ ഇത് എല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ, എല്ലാം T3 അല്ലെങ്കിൽ T2 റോളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് അത് അത്രമാത്രം ഗുണകരമായിരിക്കില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലോലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് സ്ലോലി ആണ് കൺവേർട്ട് ചെയ്യുക, T3യിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇതിന്റെ സയൻസ് കുറച്ച് സിമ്പിൾ ആണെന്ന് ഞാൻ പറയാം. കാരണം ഇത് ഓരോ ഐഡിയ അങ്ങ് എടുത്ത് മാറ്റിയേ വേണ്ടു. അപ്പൊ ഈ T0, T1 പ്രത്യേകിച്ച് ഒട്ടും ആക്ടിവിറ്റി ഇല്ലാത്തതാണ്. T2 എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റിംഗ്, നമ്മൾ ഉറക്കത്തിൽ പോലും നമ്മുടെ മെറ്റബോളിസം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോട് പറയുന്നത് ഈ T2 എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഇത് ഒരു പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൈറോയിഡിന് എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് തൈറോക്സിൻ പോലെയുള്ള മരുന്നുകൾ, ഹോർമോണൽ മരുന്നുകൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ രാത്രി കാലങ്ങളിൽ വളരെ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം റെസ്റ്റിംഗ് മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള T2 അവിടെ ഉണ്ടാവുന്നേ ഇല്ല. ഓക്കെ, സോ T4 ഹോർമോൺ ആണ് ഓൾമോസ്റ്റ് 90% തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത്. ഈ T4 ഓൾമോസ്റ്റ് 7% ഉണ്ടാക്കുന്നത് T3 ആണ്. പിന്നെയുള്ള ഒരു 3% കാൽസിറ്റോണിനും T2 ഇതുപോലെയുള്ള മറ്റ് ബൈ പ്രൊഡക്ട്സിലേക്കാണ് പോകുന്നത്. എനിവേ, ഈ T4 90% ഉണ്ടാക്കുന്നതും ആരാണ് പിന്നെ കൺവേർട്ട് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത് കുറെ ലിവറിൽ വെച്ച്, ഓൾമോസ്റ്റ് 80% ലിവറിൽ വെച്ച് കൺവേർട്ട് ചെയ്യും. പിന്നെ കുറെ കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട്, ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടും ആണ് അത് കൺവേർട്ട് ആവുന്നത്. അതുപോലെ തന്നെ ഹേർട്ട്, ബ്രെയിൻ, ഇതുപോലെയുള്ള കിഡ്നി, ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും കുറച്ചൊക്കെ കൺവേർഷൻ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡീഅയോഡിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അയഡിൻ റിമൂവ് ചെയ്യുന്ന സാധനം, അത്രേ ഉള്ളൂ. അതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു എൻസൈമാണ്. ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഹൈപ്പോതലാമസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എത്ര T3 വേണം എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള എൻസൈം ഉണ്ടാക്കും. അങ്ങനെ ആ എൻസൈം ഒക്കെ കൂടിയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ദിവസം വേണ്ടത് അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കാതെ T3യിലേക്ക് സ്ലോലി ആവശ്യത്തിനനുസരിച്ച് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രക്രിയ. ഈ കൺവേർഷനിടയിൽ കുറച്ചൊക്കെ വേറെ ഒരു T3യുടെ റിവേഴ്സ് T3 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ഉണ്ട്, അതിലേക്കൊക്കെ മാറുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഒന്നും ഒത്തിരി അങ്ങ് നമുക്ക് മനസ്സിലാക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്തെന്നറിയോ, നമുക്കിപ്പോൾ T3 വേണ്ടത്ര അളവിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് വേണ്ടത്ര T3 ഉണ്ടായിട്ടുണ്ട്, അപ്പൊ നമുക്ക് എന്ത് വേണം? ഇനി ഉണ്ടാക്കണ്ട എന്നുള്ള മെസ്സേജ് കൊടുക്കണം, അല്ലെ? ഇതിന് ഹൈപ്പോതലാമസിലേക്ക് സിഗ്നൽ പോവും. അപ്പോൾ ഹൈപ്പോതലാമസ് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിന്റെ അളവ് കുറക്കും. എന്നിട്ട് അത് TSHന്റെ അളവ് കുറക്കാൻ പിറ്റ്യൂട്ടറിയോട് പറയും. അങ്ങനെ പിറ്റ്യൂട്ടറി TSHന്റെ അളവ് കുറക്കുമ്പോൾ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് T4 കൂടുതൽ ഉണ്ടാക്കുന്നത് ഇല്ല. അതുപോലെ തന്നെ T3യുടെ അളവും കുറയും. ഇങ്ങനെ ഒരു എന്താ ഫീഡ്ബാക്ക് മെക്കാനിസത്തോട് കൂടിയിട്ടാണ് ഇത് പൊതുവെ വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ നോർമലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് യു തൈറോയിഡ് അല്ലെങ്കിൽ നോർമൽ ഫംഗ്ഷനിങ് തൈറോയിഡ് എന്നാണ്. എന്നാൽ അതേ സമയത്ത് ചില കണ്ടീഷൻസിൽ തൈറോയിഡ് ഗ്ലാൻഡ് വേണ്ടത്ര അളവിൽ T4 ഉണ്ടാക്കാതിരിക്കാം, അല്ലെങ്കിൽ വേണ്ടത്ര അളവിൽ T3 ഉണ്ടാവാതിരിക്കാം. കൺവേർഷൻ നടന്നിട്ട് T3, ആ സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയോട് പറയും കൂടുതൽ TSH ഉണ്ടാക്കാൻ. അങ്ങനെ TSHന്റെ അളവ് കൂടുതലും T3, T4ന്റെ അളവ് കുറഞ്ഞു കാണപ്പെടും. ഈ ഒരു അവസ്ഥയിൽ അണ്ടർ-ആക്റ്റീവ് തൈറോയിഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതിലധികം തൈറോയിഡ് ഹോർമോൺസ് ഓൾറെഡി T4, T3 ഹോർമോൺസ് ഉണ്ടെങ്കിൽ അപ്പോൾ ശരീരം നേരെ റിവേഴ്സ് ആയിട്ടായിരിക്കും പറയാം. അപ്പൊ TSHന്റെ അളവ് കുറക്കും. അങ്ങനെ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ആണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നും പറയും. ഓക്കെ, സോ ഇവിടെ ഇതിനനുസരിച്ച് തന്നെ പലതരത്തിലുള്ള സിഗ്നൽസ് അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള സിംറ്റംസ് കാണാം. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് സാധാരണഗതിയിൽ കൺഫ്യൂസിങ് ആണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റം ഇതിന് മാത്രമല്ല, നമുക്ക് സാധാരണ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ചെറുപ്പം മുതലേ അവരങ്ങനെയാണ്, അവന് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല,
അല്ലെങ്കിൽ അവൻ ചെറുപ്പം മുതലേ തടി കൂടി വരുന്ന, അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും തടി കൂടുന്ന ഒരു ഒരു എന്ത് കഴിച്ചില്ലെങ്കിലും തടി കൂടും എന്നും, അല്ലെങ്കിൽ ചില ആൾക്കാരോട് പറയും ഇവൻ എന്ത് കഴിച്ചാലും തടിക്ക് പിടിക്കില്ല എന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മൾ കേട്ട് കേട്ട് അങ്ങനെ ഒരു ശീലം വരുന്നതുകൊണ്ട് പലപ്പോഴും ഇതിന്റെ സിംറ്റംസ്, ഇതിന്റെ ലക്ഷണങ്ങൾ മറ്റു പലതുമായിട്ട് നമ്മൾ കൺഫ്യൂസ് ആവും, അല്ലെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, ഇതിന് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രശ്നങ്ങൾ, ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം കൂടുതലുള്ളത്. അപ്പോ ഓക്കെ, അപ്പോ ഈ ഹൈപ്പോതൈറോയിഡിസം ആണ് സാധാരണഗതിയിൽ ആളുകളിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 to 10 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഇത് കാണും. അത് തന്നെ കൂടുതലും ലേഡീസിലാണ്. 10 പുരുഷന്മാരിൽ ഒരു തൈറോയിഡ് ഹൈപ്പോതൈറോയിഡിസം പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ഇരട്ടിയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം പൊതുവെ കാണുന്നത് കുറവാണ്. ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി ഞാനങ്ങ് പറയുന്നില്ല, ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കാം. നമുക്ക് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ, വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസത്തിനും കാണാം. അതുപോലെ തന്നെ പീരിയഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്വെറ്റിങ് വളരെ കൂടും. മെറ്റബോളിസം അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. മെറ്റബോളിസം കൂടുന്നത് കൊണ്ട് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീൻസ് അവർക്ക് എപ്പോഴും ഫാൻ ഓൺ ആക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ നഖമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നെർവസ്നെസ്സും ആങ്സൈറ്റിയും അവർക്ക് കൂടുതലായിരിക്കും. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരുമ്പോഴേക്ക് തന്നെ അവർ വളരെ ആൻഷ്യസ് ആവും. അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ് ഉണ്ടാവാം. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഹൈപ്പർ തൈറോയിഡിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഹേർട്ട് ബീറ്റ്, ഹേർട്ട് റേറ്റ് ഒക്കെ കുറച്ച് കൂടുതലും ഉണ്ടാവാറുണ്ട്. ഡയറിയ അല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഹൈപ്പർ തൈറോയിഡിസം വിഭാഗത്തിൽ കൂടുതലാണ്. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തൈറോയിഡ് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ അവരുടെ സിസ്റ്റം ടോട്ടലായിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോ ഡയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മൂവ്മെന്റ് ഇല്ലേ, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വഴിയാണ് ഭക്ഷണം ഈ ഒരു ഡൈജസ്റ്റീവ് ട്രാക്കിനകത്തൂടെ പോകുന്നത്. ഈ പെരിസ്റ്റാൾസിസിനെ കൂടുതലാക്കുന്ന ഒരു സാധനമാണ് തൈറോയിഡ് ഹോർമോൺ. അപ്പോ ഈ ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും, മൂവ്മെന്റ് കൂടും. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഒരുപക്ഷെ ശരിയായിട്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് കുറയും. അതുപോലെ തന്നെ അവരിലേക്ക് ന്യൂട്രിയൻസ് വേണ്ടത്ര അളവിൽ എത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് വരും. ഇതിനു വേണ്ടിയിട്ട് ഹേർട്ട് ബീറ്റ് കൂടേണ്ടി വരും. പോരാത്തതിന് മോഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ റിവേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ലെങ്കിൽ ഭക്ഷണം ഫുഡ് ട്രാക്റ്റിലൂടെ അത് വളരെ സ്മൂത്ത് ആയിട്ട് പോവില്ല. അപ്പൊ ഉണ്ടാവുന്ന ഒരു നോർമൽ ലക്ഷണമാണ് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, അതുപോലെ തന്നെ മുടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഡിപ്രഷൻ, നേരത്തെ ഞാൻ ആൻസൈറ്റി ആണ് പറഞ്ഞതെങ്കിൽ ഇവർക്ക് മൂഡ് ഒരു സാഡ് മൂഡിലായിരിക്കും മാക്സിമം ഉണ്ടാവുക. ഈവൻ ഇറിറ്റേഷൻ പെട്ടെന്ന് വരാം. പൊതുവെ അവരുടെ മെറ്റബോളിസം കുറയുമ്പോൾ അവർക്ക് എനർജി ലെവൽ കുറയും. ഈവൻ ഉറങ്ങിക്കഴിഞ്ഞാലും ക്ഷീണം മാറാത്തൊരു അവസ്ഥ ഉണ്ടാവാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ കഴിക്കാത്ത ഒരു തോന്നൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് തടി കൂടാം. ഈ തടി കൂടുന്നതുകൊണ്ട് മെറ്റബോളിസം ടോട്ടലി കുറവാണ്. അപ്പൊ തടി കൂടുന്നത് കൊണ്ട് അവർ ഭക്ഷണത്തിന്റെ അളവ് കുറക്കും, പിന്നെയും തടി കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പാറ്റേണിലേക്കാണ് പോവുക. അവർക്ക് ഒട്ടും തണുപ്പ് ഏൽക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈവൻ ചൂട് ക്ലൈമറ്റിൽ പോലും അവരൊരു പക്ഷെ മൂടി പുതച്ച് കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ലേഡീസിന് പ്രത്യേകിച്ചും പീരിയഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിൽ വരുന്നുണ്ട്. ഇറഗുലർ പീരിയഡ്സ്, അല്ലെങ്കിൽ അവരുടെ ബ്ലീഡിങ് സൈക്കിൾ വളരെ കൂടുക, ഹെവി ബ്ലീഡിങ് ആവുക, പെയിൻഫുൾ ആവുക, മസിൽ പെയിൻ വളരെ കൂടുക. ഒരുപക്ഷെ ഈവൻ തൊട്ട് കഴിഞ്ഞാൽ പോലും നമ്മളൊന്ന് വെറുതെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പോലും അയ്യോ എന്ന് പറഞ്ഞിട്ട് കൈക്ക് വേദന കൂടി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഇവർക്ക് ഉണ്ടാവാം. പോരാത്തതിന് എല്ലുകൾക്ക് ബലം കുറയുക, എല്ലുകളും മസിലുകളുമായിട്ടുള്ള ഒരു
കണക്ഷൻ പ്രോപ്പർ ആയിട്ട് ഇല്ലാതിരിക്കുക, സന്ധികളിലൊക്കെ വേദന വരിക, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഈ ഒരു ഹൈപ്പോതൈറോയിഡിസം കേസിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ എല്ലാത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കേസിലും അതിന്റെ കൃത്യമായിട്ടുള്ള റീസൺസ് ഈ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ T4ഉം T3 ഹോർമോണുകൾക്ക് അവരുടേതായിട്ടുള്ള റോൾ ഉണ്ട്. ഓക്കെ, നോർമലി പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഫോഗിങ് ആണ്. ബ്രെയിൻ ഫോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലും അതിനൊരു മങ്ങലാണ്, ക്ലാരിറ്റി കുറവാണ്. ഈ ക്ലാരിറ്റി എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈവൻ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി മൊത്തമായിട്ട് കുറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ സ്റ്റൊമക് ആസിഡ് കുറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഈ സ്റ്റൊമക് ആസിഡ് കുറയുമ്പോൾ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരും. ആസിഡ് കുറയുമ്പോൾ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരും. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒരുപക്ഷെ ആന്റാസിഡ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. മൊത്തത്തിൽ നമ്മുടെ ആക്സലറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്സലറേഷൻ ആയിട്ട് നമുക്ക് ഈ ഹോർമോണിനെ പറയാൻ പറ്റുമെങ്കിൽ ആക്സലറേഷൻ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സ്പീഡ് മൊത്തത്തിലൊന്ന് കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച പണി രാവിലെ മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകും. ഇത് ഒരു കണ്ടിന്യൂസ് സൈക്കിൾ 1-2 ദിവസത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് കുറെ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ ആവുമ്പോഴോ നമുക്ക് ഇറിറ്റേഷനും മറ്റു പ്രശ്നങ്ങളും കൂടുതലാവും. ഓക്കെ, ഈവൻ ഫ്ലൂയിഡ് റിട്ടൻഷൻ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം നമുക്ക് സ്വെറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളത് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചില്, മുടിയുടെ തിക്നെസ് കുറയുക, അതുപോലെ തന്നെ ബ്രിട്ടിലാവുക, പൊട്ടിപ്പോകുന്ന രീതിയിലേക്ക് എത്തുക, ഈവൻ നഖം പൊട്ടിപ്പോവുക, നഖത്തിന് ക്രാക്ക് വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ തൈറോയിഡ് ഉണ്ടോ എനിക്കും എന്നുള്ളത് സോൾവ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതില് പ്രധാനമായിട്ട് ഞാൻ പറയാ, ഒന്ന് സെൽഫ് അസസ്മെന്റ് ആണ്. നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ അസസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഈ ഇതില് കുറച്ച് ചോദ്യങ്ങൾ, ഇത് ഞാൻ V4 Wellness എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കാം. വരണ്ട ചർമ്മമാണോ പൊതുവേ ഉള്ളത്? തൊലി വരണ്ടിട്ടാണോ? അതുപോലെ തന്നെ നഖങ്ങൾ കട്ടി കൂടുതലാണോ? അതുപോലെ തന്നെ പുരികങ്ങളുടെ അറ്റത്തേക്ക് പോകുമ്പോൾ അത് കനം കുറഞ്ഞു പോകുന്നുണ്ടോ? അതുപോലെ തന്നെ ശരീരഭാരം കൂടി വരികയും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് കൂടുതലും ഉണ്ടാവുന്നുണ്ടോ? ഡിപ്രഷൻ ഉണ്ടോ? അതുപോലെ ഉത്കണ്ഠ വളരെ കൂടുതലായിട്ടുണ്ടോ? കൈകളും കാലുകളും ഒക്കെ തണുത്തിട്ടാണോ പൊതുവെ ഉണ്ടാവുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത് വളരെ കുറഞ്ഞിട്ടാണോ? 97.8 ഫാരൻഹീറ്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിലും താഴെയാണോ പൊതുവെ ഉണ്ടാവുന്നത്? ഇത് ബോഡി ടെമ്പറേച്ചർ ആണ് നോക്കേണ്ടത്, നാവിനടിയിൽ വെച്ചിട്ടല്ല. ബോഡിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കക്ഷത്തിലൊക്കെ തെർമോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മസിൽ പെയിൻ വളരെ കൂടുതലുണ്ടോ? ക്ഷീണമുണ്ടോ? ആർത്തവ രക്തസ്രാവം വളരെ കൂടുതലാണോ? അതുപോലെ തന്നെ മെനോപോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ? പിന്നെ വന്ധ്യതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് കൂടുതലുണ്ടോ? പൊതുവെ സെക്സ് ഡ്രൈവ്, സെക്ഷൽ ആക്ഷൻസും അല്ലെങ്കിൽ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് താല്പര്യം തോന്നാതിരിക്കുന്നുണ്ടോ? അതുപോലെ ഫ്ലൂയിഡ് റിട്ടൻഷനും അതുകൊണ്ടുണ്ടാവുന്ന മറ്റു ബുദ്ധിമുട്ടും, വീക്കം എന്ന് പൊതുവെ പറയാം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാവും. കാല് വീങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കൈ വീങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്കത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ക്ഷീണം കൂടുതലുണ്ടോ? കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നുണ്ടോ? ഈവൻ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ടോ? പിന്നെ കോൺസ്റ്റിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്തെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഓട്ടോ ഇമ്മ്യൂൺ രോഗമുള്ളവർക്ക്, ഒരു രോഗമുള്ളവർക്ക് മറ്റ് തരത്തിലുള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. വേറെ എന്തെങ്കിലും റേഡിയേഷൻ ചികിത്സകൾ നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ടോക്സിൻസ്, അങ്ങനെയുള്ള ടോക്സിൻസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്? കൂടാതെ ജനറ്റിക് റിലേറ്റഡ് ആയിട്ട് ഓൾറെഡി അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കൂടുതലുണ്ടോ?
ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ക്ലോറിനേറ്റഡ് വെള്ളമാണോ പൊതുവെ കുടിക്കാൻ ഉപയോഗിക്കുന്നത്? അതുപോലെ ഫ്ലൂറൈഡ് വെള്ളം അല്ലെങ്കിൽ ഫ്ലൂറൈഡ് പേസ്റ്റ്, കൂടുതൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇതൊക്കെ ആണെങ്കിലും അതുപോലെ ഈവൻ ഡെന്റൽ അമാൽഗം ഫിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാര് ഒക്കെ സിൽവർ അമാൽഗം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല്ല് അടക്കുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവർക്കും ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും കുറവാണോ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എത്ര എണ്ണം യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എടുക്കുന്ന സമയത്ത് എത്ര എണ്ണം വരെ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിലൊരു 3-4 എണ്ണമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ സാധ്യതയുണ്ട്. 4-ൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. 1-2 ഒക്കെ ആണെങ്കിൽ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ലാബ് ടെസ്റ്റിലേക്ക് പോകും അല്ലെ. ഈ ലാബ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒന്നാണ് TFT. സോൾവിങ് TFT എന്നല്ല ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ TFT എന്ന് പറയുന്നത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ സാധാരണഗതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ TSH, T4, T3 ഇതാണ്. പക്ഷെ ഇത് മാത്രമല്ല നമ്മുടെ തൈറോയിഡ് ടെസ്റ്റ്. ഒരുപക്ഷെ ഇതല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. TSHല് അൾട്രാ സെൻസിറ്റീവ് TSH ആണ് നമ്മൾ നോക്കേണ്ടത്. നോർമൽ TSHന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 മുതൽ 5.5 വരെയാണെന്നാണ് കണക്കാക്കുന്നത്. എനിവേ അൾട്രാ സെൻസിറ്റീവ് TSH എടുക്കുന്ന സമയത്ത് ഇതാണ് കൂടുതൽ ആയിട്ട് തൈറോയിഡിനെ സ്വാധീനിക്കുന്നത്. സോ തൈറോയിഡ് ഗ്ലാൻഡിനെ. അപ്പൊ ആ അൾട്രാ സെൻസിറ്റീവ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ഒരു 1.3 to 3 ആണ് സാധാരണഗതിയിലുള്ള അതിന്റെ റീഡിങ്. അതേ സമയത്ത് നമ്മളത് കുറച്ചുകൂടി എന്താ താഴെ ലെവലില് ബിലോ ഓപ്റ്റിമലും അല്ലെങ്കിൽ എബോ സ്റ്റാൻഡേർഡും ഒക്കെ പോവുകയാണെങ്കിൽ ഒരു 0.3 to 20 വരെയൊക്കെ അത് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ T4ന്റെ ടെസ്റ്റ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ 6.0 to 11.9 ആണ് ഓപ്റ്റിമൽ ലെവൽ എന്ന് പറയാം. പ്രീ T4 നോക്കിക്കഴിഞ്ഞാൽ 1.0 to 1.5 ആണ്. അത് PG, NG രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ PG എന്ന് പറയുന്നത് പൈക്കോലാണ് വരിക, മൈക്രോയില് MG വരും, മ്യൂ അളവിലാണ്. ഓക്കെ, ഇതിന്റെ റീഡിങ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് T4 എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതിൽ T4 എന്ന ഹോർമോൺ അതിനോട് ഓൾറെഡി ഒരു പ്രോട്ടീൻ കോമ്പിനേഷൻ ആയിട്ടാണ് വരിക. ഈ പ്രോട്ടീൻ കോമ്പിനേഷന് ആദ്യം പ്രോട്ടീൻ മാറി നിൽക്കണം. അങ്ങനെ ആകുമ്പോഴത് ഫ്രീ തൈറോയിഡ് ആവും. ഈ ഫ്രീ തൈറോയിഡിന്ന് ഫ്രീ T4 ആവും. ഈ ഫ്രീ T4 എന്ന് ഒരു അയോഡിൻ ഡീഅയോഡിനൈസ് വന്നിട്ട് അതിൽ നിന്ന് മാറ്റി നിർത്തണം. അപ്പോഴിതെന്താവും? T3 ആവും. ഈ T3 എഗെയിൻ പ്രോട്ടീൻ കോമ്പിനേഷനോടെ ആയിരിക്കും. ഈ പ്രോട്ടീൻ മാറ്റി നിൽക്കുമ്പോൾ അത് ഫ്രീ T3 ആവും. അപ്പോഴാണത് ബയോ ആക്റ്റീവ് ഫോം ആവുന്നത്. ഈ ആക്റ്റീവ് ഫോം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കോശങ്ങൾക്ക് ഇത് ഡിറ്റക്ട് ചെയ്യാനും അതിന് മെറ്റബോളിസത്തിൽ ഏർപ്പെടാനും പറ്റുള്ളൂ. ഉപാപചയ പ്രവർത്തനങ്ങളിൽ ഒരു കോശത്തിന് ഏർപ്പെടാൻ പറ്റണമെങ്കിൽ അത് ഫ്രീ T3യുടെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ പറ്റൂ. ഓക്കെ, ഇത് മാത്രമല്ല ടെസ്റ്റിൽ പിന്നെ നമുക്ക് ഈ ഡീഅയോഡിനൈസ് എൻസൈം പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള എൻസൈമിന്റെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഒരു ടെസ്റ്റ് വരുന്നത് ആന്റി-TPO ആണ്. ആന്റി-TPO എൻസൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിന്റെ ആന്റിബോഡിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തിനാ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആന്റിബോഡീസിന്റെ അളവ് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ശരീരം ആന്റിബോഡി ഉണ്ടാക്കുന്നത്? ആന്റിബോഡി ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു മെത്തഡാണ്. ഈ ആന്റിബോഡീസ് അളവ് കൂടുന്ന സമയത്ത് ഓക്കെ ആയിരിക്കും, കാരണം അത് ഫോറിൻ ബോഡീസിനെ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് സ്വാധീനിക്കാൻ വിടില്ല. അതേ സമയത്ത് ഈ ഫോറിൻ സബ്സ്റ്റൻസിനെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണുകളുടെയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിലെ കോശങ്ങളുടെയോ ഒക്കെ അതിന് വേണ്ട പല തരത്തിലുള്ള
കോമ്പിനേഷൻസും ഇല്ലേ, പ്രോട്ടീൻ അതുപോലെ തന്നെ മൈക്രോ മിനറൽസിന്റെ ഒക്കെ കോമ്പിനേഷൻസ് ഇല്ലേ, ഇതുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ് വരുന്നതെങ്കിലോ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ക്ലോറിൻ വെള്ളത്തിനെ പറ്റി സൂചിപ്പിച്ചു. അയോഡിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ ഇതൊക്കെ നമ്മുടെ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ സെക്കൻഡ് എന്താ പറയുക, ഒരു ഇലക്ട്രോൺ കുറവായിട്ടുള്ള ഷെല്ലുകൾ ഉള്ള സാധനങ്ങളാണ് ഈ ഫ്ലോറിൻ, ക്ലോറിൻ അതുപോലെ തന്നെ അയോഡിൻ ഒക്കെ വരുന്നത്. അപ്പൊ ഇതില് ഈ അയോഡിൻ ഇരിക്കേണ്ട സ്ഥലത്ത് വേണമെങ്കിൽ ക്ലോറിന് പോയിട്ടിരിക്കാം. അത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് ഇഷ്ടാവോ? ഇല്ല. അപ്പോ അതിന് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ചിലപ്പോൾ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ചില പ്രോട്ടീൻ ഉണ്ട്, ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാകും. ഈ സെൻസിറ്റിവിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അതിനെതിരെ ആന്റിബോഡി ഉണ്ടാക്കും. അപ്പോഴാണ് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റിയും ഗ്ലൂട്ടൻ അലർജിയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇതേ കോമ്പിനേഷൻ ഒരുപക്ഷെ നമ്മുടെ തൈറോയിഡിന്റെ ഹോർമോണിന്റെ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലോ, നമ്മുടെ ഗ്ലൂട്ടൻ ഇല്ലെങ്കിലും ശരീരം പറയും, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം പറയും, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴും ഗ്ലൂട്ടനെ പോലെയുള്ള എന്തോ ഒന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ആന്റിബോഡി ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ചില ആന്റിബോഡീസ് ആണ് ആന്റി TPO ഒക്കെ പറയുന്നത്. ഈവൻ TSH റിസപ്റ്ററിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആന്റിബോഡിയും ഉണ്ട്, തൈറോയിഡ് ഗ്ലാൻഡിൽ വർക്ക് ചെയ്യുന്ന. ഓക്കെ, അതുപോലെ തന്നെ ആന്റി TG, തൈറോയിഡ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആന്റി TG, തൈറോഗ്ലോബലിൻ ടെസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പസിലില് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ആയി നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ സിംറ്റംസ് വരുന്നത് അത് നമുക്ക് ചെക്ക് ചെയ്യാം. അതുകൂടാതെ ബേസൽ ബോഡി ടെമ്പറേച്ചർ നമുക്കത് ചെക്ക് ചെയ്യാം. അത് നോർമൽ ആൾക്കാരിൽ ഏത് ദിവസം വേണമെങ്കിലും എഴുന്നേറ്റ ഉടനെ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കക്ഷത്തിൽ ഈ ഒരു തെർമോമീറ്റർ വെച്ചിട്ട്, നോർമൽ തെർമോമീറ്റർ ആണ്, തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സിന്റെ 1, 2, 3 ദിവസങ്ങളാണ് ശരിക്കും ഇതിനെ നോക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ 7 ദിവസങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യുക, ബേസൽ ബോഡി ടെമ്പറേച്ചർ. അതുപോലെ മെറ്റബോളിക് റേറ്റ് ടെസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മെറ്റബോളിക് റേറ്റ് ടെസ്റ്റിൽ സാധാരണ ഒരാളുടെ മെറ്റബോളിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നോർമലി ഒരു 70 കിലോ ഉള്ള ഒരാൾക്ക് ഏകദേശം 1500 ഒക്കെയാണ് മെറ്റബോളിക് റേറ്റ് ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ നമുക്ക് മീൻസ് അപ്രോക്സിമേറ്റ്ലി അയാളുടെ വെയിറ്റ് ഇൻറ്റു അറൌണ്ട് 20 അല്ലെങ്കിൽ 25 ഒക്കെയാണ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ ഒക്കെ ആണെങ്കിൽ അവരുടെ മെറ്റബോളിസം കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മസിൽസിന്റെ അളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതിന് മെറ്റബോളിസം മാറുന്നുണ്ട്. അപ്പൊ ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവാണ് കൂടുതൽ, അതുപോലെ തന്നെ മസിൽസിന്റെ അളവാണ് കൂടുതൽ. ഇത് നോക്കിയിട്ട് നമ്മുടെ മെറ്റബോളിസം നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. സോ ശരീര പ്രകൃതിക്കനുസരിച്ച് അറൌണ്ട് 20, വെയിറ്റ് എത്രയാണോ വെയിറ്റ് ഇൻറ്റു അറൌണ്ട് 20 അല്ലെങ്കിൽ 25 ഇതിന് ഇടയിലാണ് നമ്മുടെ മെറ്റബോളിസം ഉണ്ടാവുന്നത്. അതുപോലെ തൈറോയിഡ് സ്കാൻ വേണമെങ്കിൽ ചെയ്യാം. റേഡിയോ ആക്റ്റീവ് കോമ്പണന്റ് ശരീരത്തിനകത്തേക്ക് തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടൊക്കെ അതിന്റെ സ്കാനിങ് എടുക്കാം. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ചിലപ്പോൾ നോഡ്യൂൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം, തൈറോയിഡ് ഗ്ലാൻഡിനകത്തുള്ള കോശങ്ങളിൽ സ്വെല്ലിംഗ് വന്നിട്ട് അങ്ങനെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ സംസാരിച്ചത്. ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനിൽ പ്രധാനപ്പെട്ട 2 ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻ, ഒന്നെന്ന് പറയുന്നത് ഹൈപ്പോ ആക്റ്റീവ് ആവുന്ന അല്ലെങ്കിൽ ആക്ടിവിറ്റി അണ്ടർ ആക്റ്റീവ് ആവുന്ന തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിന് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നാണ് പറയുന്നത്. നോർമലി തൈറോയിഡൈറ്റിസ് ഉള്ള അല്ലെങ്കിൽ TSH ലെവൽ കൂടിയ ആൾക്കാരിൽ ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരിലും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. മീൻസ് ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻ ആണ് പൊതുവെ അവരിൽ കാണിക്കുന്നത്. അപ്പൊ ആന്റി TPO ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന അവസ്ഥയാണ്. തൈറോയിഡ് ഗ്ലാൻഡ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് കൂടുതൽ തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതിനെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. പൊതുവെ ഗ്രേവ്സ് ഡിസീസ് വളരെ കുറച്ച് മാത്രമേ, ഈവൻ ഹൈപ്പർ തൈറോയിഡിസം തന്നെ കുറച്ചേ കാണുന്നുള്ളൂ. അപ്പൊ ഗ്രേവ് ഡിസീസ് അതിനേക്കാൾ കുറവാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും ആണ് പ്രധാനപ്പെട്ട തൈറോയിഡിന്റെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇത് മുതൽ ഇനിയിപ്പോ നമുക്ക് അടുത്ത ആഴ്ച കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോവാം. എന്താണ് ഡീറ്റെയിൽസിൽ നമുക്ക് അറിയേണ്ടത്? എന്തൊരു ആരോഗ്യത്തിനും നമുക്കൊരു പക്ഷെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതാണ്.
അപ്പോ കാരണങ്ങൾ അറിയാം, അതുപോലെ തന്നെ പരിഹാരവും. ഈ കാരണങ്ങളും പരിഹാരവും വെച്ചിട്ട് വേണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ. അതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും, എനിക്കറിയാം. പല ആൾക്കാർക്കും പല സംശയങ്ങളുണ്ടാവും. പക്ഷെ ആ സംശയങ്ങളും ഒരുപക്ഷെ കംപ്ലീറ്റ് ആവുന്നത് അടുത്ത ഒരു സെഷൻ കൂടി കഴിയുമ്പോഴായിരിക്കും, അല്ലെ? സോ ഇന്നത്തേക്ക് ഇത്ര കൊണ്ട് നിർത്താം. താങ്ക് യു. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു സർ. ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കണമെന്ന് വിചാരിക്കുന്ന അല്ലെ, ഏറ്റവും വൈറ്റലായിട്ടുള്ള അത് ഇരിക്കുന്ന സ്ഥലം പോലും അത്രമാത്രം പ്രാധാന്യം. അപ്പൊ അതിനെ കൂടുതൽ അടുത്തറിയാൻ തീർച്ചയായിട്ടും ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പും കൂടെ നമ്മൾ വരുന്നുണ്ട്. അടുത്ത ആഴ്ചകളിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. എന്തെങ്കിലും സംശയങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കൂടുതൽ അറിയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കൂടുതൽ എക്സ്പീരിയൻസിൽ നിന്ന് അറിയാമെങ്കിൽ അതെല്ലാം പറയാനുള്ള സമയമാണ്. സുനിതമ്മ പറയൂ. താങ്ക് യു. തൈറോയിഡിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. മീൻസ് ഒരു രോഗമാണെന്ന് മാത്രമേ അറിയൂ. ഞാൻ ഇങ്ങനെ ഫുള്ളി കോൺസെൻട്രേറ്റീവ് ആയിട്ട് കേട്ടില്ല, കുറച്ചൊക്കെ കേട്ടുള്ളൂ. മീൻസ് കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആബ്സെന്റ് മൈൻഡ് ആയിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ. ഇത്തിരി മനസ്സിലാക്കിയപ്പോൾ തന്നെ മനസ്സിലായി തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഒന്നും അറിയില്ല, പക്ഷെ ഇത്തിരി എനിക്ക് മനസ്സിലായി. ഒരു ദിവസം എൻ്റെ സിസ്റ്ററിനെ ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട്, എടാ ഇന്ന് എൻ്റെ ഓഫീസിലെ മാഡം ഇങ്ങനെ പറഞ്ഞു. അപ്പത്തിന് അവൾ വേഗം വയലന്റ് ആയി, മീൻസ് ചൂടായിട്ട് പോയി. എന്ത് ഇങ്ങനെ മീൻസ് വേദന. അവൾ എൻ്റെ സിസ്റ്ററിന് തൈറോയിഡ് ഉണ്ടായിരുന്നു, അതിന്റെ എഫക്റ്റ് കൊണ്ടായിരിക്കാം അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് ക്ലാസ്സിൽ കേട്ടപ്പോൾ അത് മനസ്സിലായി. അതുവരെ അത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്നുവെച്ചാൽ അവൾക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു, ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഈ തൈറോയിഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുണ്ട് എന്നത് എനിക്ക് മനസ്സിലായി ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അതൊരു ലക്ഷണമായിട്ട് നമുക്ക് കൂട്ടാം തീർച്ചയായിട്ടും. വേറെ ആർക്കെങ്കിലും എനിബഡി എൽസ് കോൺട്രിബ്യൂഷൻസ് ആകാം. കാരണം ഇതൊരു നമ്മൾ അറിയാതെ നമ്മുടെ കൂടെയുള്ള ഒരു പ്രശ്നമായിട്ടൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. പറയൂ ഷെർലി മാം. ഗുഡ് ഈവനിങ് സാർ. ഇപ്പൊ സാറ് പറഞ്ഞ ഹൈപ്പറും ഹൈപ്പോയും ഇത് രണ്ടീന്ന് വല്ല സിംറ്റംസ് എനിക്കുണ്ട്. അത് ആദ്യമേ ഈ പറഞ്ഞ ബാക്കിയുള്ള സിംറ്റംസ് ഒന്നുമില്ല, വെറുതെ ലേശം വെയിറ്റ് കൂടിയപ്പോഴാണ് തൈറോയിഡിന്റെ നോക്കിയത്. അപ്പൊ TSH വളരെ ലോ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം നോർമലിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ പറയുന്നത് ഹാഷിമോട്ടോസ് ആണ്, ഓട്ടോ ഇമ്മ്യൂൺ ആണ് എന്നൊക്കെ പറഞ്ഞാണ്. മസിൽ പെയിൻ ഒക്കെ തുടങ്ങിയപ്പോ പറഞ്ഞു അത് ഓട്ടോ ഇമ്മ്യൂണിലേക്ക് മാറിയേക്കണേണ്. ഞാനിപ്പോ ശരിക്കും നന്നായിട്ട് എക്സസൈസ് ചെയ്തപ്പോ അതിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. എക്സസൈസ് വളരെ ഗുണം ചെയ്യണം. അപ്പൊ ഞാനത് എല്ലാവർക്കും അറിവിലേക്ക് ഷെയർ ചെയ്യണേണ്. കാരണം നമ്മൾ അവിടെ വേദന ഇവിടെ വേദന എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുത്തിരുന്നിട്ട് അല്ലെ കുറെ പെയിൻ കില്ലർ യൂസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ശരിക്കും നന്നായിട്ട് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഈസ് ദ ബെസ്റ്റ് വൺ. അതാണ് കാര്യം. കാരണം ഹോർമോൺ ലെവലെല്ലാം നോർമലാണ്. അപ്പൊ നമ്മൾ ഓർക്കോ അതിലൊന്നും കാര്യമില്ല. പക്ഷേ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസിലേക്ക് ഞാൻ നീങ്ങിയപ്പോൾ എനിക്ക് വളരെയധികം ഗുണപ്പെട്ടു. ഇന്ത്യയിൽ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഈ പെയിനും അതും ഇതൊക്കെ തുടങ്ങിയത്. അപ്പൊ അതെന്താണെന്ന് അറിയില്ല. അവസാനം ഞാൻ തന്നെ സ്വയം എക്സസൈസിലേക്ക് മാറിയപ്പോൾ കുറേ ഗുണം ചെയ്തു. അപ്പൊ ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ്. നമ്മള് തൈറോയിഡ് ഉണ്ട്, അയ്യോ എനിക്ക് തൈറോയിഡ് ഉണ്ട് ഇനി എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ആരും ഇരിക്കാൻ പാടില്ല. നമ്മൾ അതിനെ ഓവർകം ചെയ്യണം എന്തൊക്കെ വന്നാലും. കാരണം ഹാഷിമോട്ടോസ് ആണ്. ഇപ്പൊ എന്ത് നമ്മൾ സിംറ്റംസ് ഏതൊരു ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് പറയും അത് സംഭവം അങ്ങനെയാണ്, നിങ്ങൾക്ക് ഓവർ ഇപ്പൊ കൊളസ്ട്രോൾ കൂടിയാലും പറയും അത് തൈറോയിഡിന്റെ ആണ്. പക്ഷെ എക്സസൈസിലേക്ക് പോയപ്പോ എന്റെ കൊളസ്ട്രോൾ ലെവല് വളരെ ലോയിലോട്ട് ചെന്നിട്ടുണ്ട്. ഞാൻ മെഡിസിൻ എല്ലാം ഉപേക്ഷിച്ചു, എക്സസൈസ് ചെയ്യണം. പിന്നെ ഹീമോഗ്ലോബിൻ മാത്രം എനിക്ക് കയറിയിട്ടില്ല, എന്നാലും ബിലോ 10 പോയിട്ടില്ല ഇതുവരെ. എന്നാലും HB കൂടുന്നില്ല. അതൊരു റീസൺ മാത്രം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന് സനൽ സാറിന് എന്തെങ്കിലും ഒരു ഇത് തരാനുണ്ടോ ഇല്ലെന്ന് കൂടി എനിക്കറിയണം. HB കൂടിയിട്ടില്ല. ബാക്കി കൊളസ്ട്രോൾ ആണെങ്കിലും വളരെ ലോ ആണ്.
TSH, T3, T4 എല്ലാം നോർമൽ റേഞ്ചിലാണ് നിൽക്കുന്നത്. ESRും ഏതാണ്ട് ഒരു 20 വരെയൊക്കെ വന്നു. എനിക്ക് 98 വരെ ESR വന്നതാ മസിൽ ഈ പെയിൻ ഒക്കെ തുടങ്ങിയപ്പോ. അപ്പൊ ഞാൻ കരുതി ഇനി ആണോ ആർത്രൈറ്റിസ് ആണോ എന്ന് കരുതി അതും ഒക്കെ നോക്കി. അതെല്ലാം നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ ഈ എക്സസൈസ് തുടങ്ങിയപ്പോ ESR നേരെ 24 വരെ ഇപ്പൊ എത്തിയിട്ടുണ്ട്, 98. അപ്പൊ അത് ഞാൻ ഇതിപ്പോ നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതി എന്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്തതാ. താങ്ക് യു. നല്ലൊരു ഷെയറിംഗ് ആണ്. ഹീമോഗ്ലോബിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മാഡത്തിനെ വിളിക്കാം. അതാ കാരണം അത് കേസ് കുറച്ച് മാത്രം. കോംപ്ലിക്കേറ്റഡ് എനിക്കറിയാം. അത് ഞാൻ സാറിനോട് Okay. സംസാരിച്ചു. പക്ഷേ ഞാൻ കണ്ണൂര് വന്നിരുന്നു, പക്ഷെ സാറിന്റെ അപ്പ വിളിച്ചില്ല. കണ്ണൂര് ഞങ്ങൾ 3 ദിവസം ഉണ്ടായിരുന്നു, വെറുതെ ഒരു ടൂറായിട്ട്. മറ്റേ കേച്ചേരിയ, കീച്ചേരി ശരി. താഴത്ത് കിച്ചേരി. അവിടെയൊക്കെയാണ്. അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തത്, അവിടുത്തെ ഒരു റിസോർട്ടിൽ. ഓക്കെ. അങ്ങനെ 3 ദിവസം പോന്നു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഞങ്ങൾ അതിനു മുമ്പ് അവിടെ വന്ന് പോന്നായിരുന്നു. അങ്ങനെ Okay. U3യുടെ അണ്ടറിൽ വന്നതാ. അങ്ങനെ ഓക്കെ, അപ്പൊ താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. നല്ല വേറെ ക്ലാസ് ആർക്കെങ്കിലും? ആയിരുന്നു. നല്ല ക്ലാസ് ആണ് സാറിന്റെ. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം ശരിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. തൈറോയിഡിനെ കുറിച്ച് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് തന്നെയാണ് സാർ ഇടുന്നത്. വളരെ ഉപകാരപ്രദമാണ് സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നമുക്ക് 8:30 ട്രാൻസാക്ഷൻ അനാലിസിസ്, ഞാനൊരു ബുക്ക് എഴുതിയിരുന്നു, സാധാരണക്കാരന്റെ മനഃശാസ്ത്രം. ആ ബുക്കിനെ കുറിച്ച് റിവ്യൂ ഉണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്, നമുക്ക് ജോയിൻ ചെയ്യാൻ കുഴപ്പമില്ല. 8:30 വരെ സമയമുണ്ട്. സ്നേഹം മാം പറയും. പ്രസവത്തോടെ ചിലർക്ക് തൈറോയിഡ് തുടങ്ങും. അത് പിന്നെ മാറുമോ? തന്നെ മാറത്തേ ഇല്ല. എൻ്റെ മോക്കൊക്കെ ഉണ്ട്. എനിക്ക് തൈറോയിഡ് ഇല്ല, തൈറോയിഡിന്റെ പ്രശ്നമില്ല. അവർക്ക് പ്രസവത്തോടെ തുടങ്ങിയതാ, പിന്നെ അത് അങ്ങ് തുടരുകയാണ്. സി സെക്ഷൻ ആയിരുന്നോ? സി സെക്ഷൻ സർജറി ആയിരുന്നോ പ്രസവം? ഇപ്പൊ എല്ലാം സർജറി ആണല്ലോ. ഇതിന് പൊതുവെ ഞാൻ അടുത്ത സെഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പറയുന്നുണ്ടാവും. പല കാരണങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ട് കെമിക്കൽ യൂസേജ് ആണ്. പലതരത്തിലുള്ള കെമിക്കലുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിന് ഒരുപക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ കെമിക്കൽസിന്റെ, പ്രത്യേകിച്ച് മെർക്കുറി പോലെയുള്ള സാധനങ്ങൾ, ഞാൻ നേരത്തെ പല്ലില് പറഞ്ഞില്ലേ, പല്ല് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മെർക്കുറി ഒക്കെ നമുക്ക് ആ ഒരു രീതിയിലാണ് വരിക. അതുപോലെ തന്നെ ബ്രോമൈഡുകൾ, നമ്മള് ചില സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന് മുകളിൽ സിൽവർ കോട്ടിങ് കാണാൻ പറ്റും. ഈ സിൽവർ കോട്ടിങ് 2 സ്വീറ്റ് ലെയറിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, പക്ഷെ അത് ബ്രോമിനാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഇഷ്യൂ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള പല സാധനങ്ങളും ശരീരത്തിനോട് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ, ഒന്ന് വലിയ രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ്, രണ്ടാമത്തത് ടെൻഷൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കെമിക്കൽ യൂസേജും സ്ത്രീകളാണ് ചെയ്യുന്നത്. അത് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലീനിങ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ പലതരത്തിലുള്ള ടോക്സിൻസും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ശരീരത്തിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള തൈറോയിഡൈറ്റിസിലേക്കും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുട്ടിക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. അതേ സമയത്ത് ഇല്ലെങ്കിലും വരാം. അത് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് പേരിൽ മാറും. ചില ആൾക്കാരിൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ ഒരുപക്ഷെ മരുന്നുകൾ അല്ലെങ്കിൽ ഹോർമോണുകളാണ് അത് കഴിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിന്തിക്കാറുണ്ടോ നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ ഭക്ഷണം കഴിക്കണമല്ലോ? ഇല്ല, അത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമായി പോയി. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്നില്ല. ചില ആൾക്കാരിൽ വേണ്ടത്ര അളവിൽ തൈറോയിഡ് ഹോർമോൺസോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരാം. പക്ഷേ ആ അവസ്ഥ എത്താതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ കാരണം. നമുക്കത് നേരത്തെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജനറ്റിക് അല്ലാത്ത കാര്യങ്ങൾ മീൻസ് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങൾക്കകത്തുള്ള ആ ജീനുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് അവരാണ് പറയുന്നത് നിങ്ങൾ ഇത്ര അളവില് ഇതെടുക്കണം, അല്ലെങ്കിൽ എന്താ ഒരു ലബോറട്ടറിയില്, അല്ലെങ്കിൽ വേണ്ട ഒരു കിച്ചണില്, ഒരു അടുക്കളയില് നമ്മൾ ഓരോ തരത്തിലുള്ള മസാലകൾ എടുത്തിട്ട് സാമ്പാറോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ നമ്മുടെ ശരീര കോശങ്ങളും എടുക്കുന്നുണ്ട്.
പക്ഷെ ഈ ജനറ്റിക് ഡിഫക്റ്റ് വരുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള കോമ്പൗണ്ട്, ഒരു മൈക്രോ ന്യൂട്രിയന്റോ ഒരു പക്ഷെ ശരിയായ രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ ജനിതക വൈകല്യം ആയിട്ടാണ് മാറുന്നത്. അങ്ങനെ ഒരു പ്രശ്നമല്ല തൈറോയിഡ് പ്രോബ്ലം എങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം ഇനീഷ്യൽ സ്റ്റേജിൽ തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും നെഗ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന T4 പകരം നമ്മൾ ചില തൈറോക്സിൻ പോലുള്ള ടാബ്ലറ്റുകളൊക്കെ കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസിന് പിന്നെ ആ മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമില്ല, പിറ്റ്യൂട്ടറിക്ക് TSH ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ T4 കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോർമോൺ ടാബ്ലറ്റുകൾ കഴിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഇപ്പോ ഷെർലി മാഡം പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന അവയവങ്ങളോ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന മസിലുകളോ ഒക്കെ എന്താ ഉപയോഗമില്ലാതായി പോകും. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്തുക, അതിന് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളിലേക്കും അടുത്ത ആഴ്ച പറയാം. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാറേ, ആ. പിന്നെ നമ്മള് യോഗയിലുണ്ടല്ലോ സാറേ, ഇത് വന്ന കേസിൽ ചിലപ്പോ തൊണ്ടയില് പ്രശ്നമായിട്ട് ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്ന കേസില് നമ്മളെ കൈ പിറകോട്ട് ഇങ്ങനെ വെറുതെ കെട്ടി വെക്കൂലെ, ഇങ്ങനെ വെറുതെ വെക്കൂലെ, അങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയിട്ട് ശ്വസിക്കുന്നതിന് പകരം ഇങ്ങനെ നോക്കിയിട്ട് വാ തുറന്നിട്ട് ഒരു 10-15 മിനിറ്റ് രാവിലെയും വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ കുറെ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത കേസിൽ അവർ പറഞ്ഞു കുറെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വാ തുറന്ന് പിടിച്ചിട്ട് ബ്രീത്തിങ് കുറെ മാറുന്നുണ്ട് എന്നാ പറയുന്നത്. ചെറിയൊരു ഇതാണ് സഹായം. അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. യോഗയിൽ നമുക്ക് പഠിക്കാനുണ്ട് സാറേ. വോക്കൽ അല്ലെ, വോക്കൽ ട്രെയിനിങ്ങിന്റെ ഭാഗമൊക്കെ അതെല്ലാം ഇതിനകത്ത് വരുന്നു. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണല്ലോ അത്. ആ ഏരിയ അത്രമാത്രം സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ സാറേ ഒരു സംശയം, ഈ എന്ന് പറയുന്ന ആ പ്രോബ്ലത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തൈറോയിഡ് ആണ് അല്ലെ? ക്ലിയർ ആയില്ല. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിനോമിനൻ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് ഈ തൈറോയിഡ് ആണ്. മിസ്ലീഡിങ് എന്ന് പറയുന്ന അല്ല നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും. ഈവൻ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു രോഗമുണ്ട്, അതിന്റെ പേരാണ് ആർത്രൈറ്റിസ്, വാദം. RA എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് ശരിക്കും. ഇമ്മ്യൂൺ ഫംഗ്ഷൻ എവിടെയാണോ മിസ്ലീഡ് ആയിട്ട് പോകുന്നത് അവിടുന്നാണ് അത് തുടങ്ങുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടോ? ഇതിന്റെ കണ്ടിന്യൂസ് സെഷൻസ് ഉണ്ട്. അതെങ്ങനെ വരുന്നു, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും കൂടെ ഉണ്ട്. ആർക്കാണ് കൂടുതൽ ഷെയർ ചെയ്യാനുള്ളത്? എനിബഡി എൽസ്? പക്ഷെ അടുത്ത സെഷൻ കാരണങ്ങളും കൂടി അറിഞ്ഞിട്ട് ചോദ്യം ചോദിക്കാൻ എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ. അതാണ് നല്ലത്. ഞാനും അതാണ് പറയാ, എന്താണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം. ഞാൻ ഇന്ന് പറഞ്ഞത് കുറേയൊക്കെ സയൻസാ. ഈ സയൻസിന് ശരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. തൈറോയിഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അറിഞ്ഞിട്ട് ഞാനിപ്പോ എന്തുണ്ടാക്കണം? ഞാൻ എന്റെ തൈറോയിഡ് പ്രോബ്ലം കുറക്കാൻ, അല്ലെങ്കിൽ എന്റെ മുടി കൊഴിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതാണ് ഞാൻ അറിയേണ്ടത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇനി അടുത്ത സെഷനിൽ നമ്മൾ സംസാരിക്കുക. അപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ കുറെ പോയിന്റ്സ് ഇല്ലേ, ആ പോയിന്റ്സിൽ എത്ര എണ്ണം നിങ്ങളുമായിട്ട് ആപ്റ്റ് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തൈറോയിഡ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്യാബേജ് കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ?
ഡയറ്റിലേക്ക് ഞാൻ അടുത്ത സെഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ക്യാബേജ് ഇത് പച്ചക്കറികളാണ്. നിങ്ങള് പച്ചക്കറികള് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പച്ചക്കറികൾ വേവിച്ച് കഴിക്കാം. വേവിക്കുമ്പോൾ ഗോയിട്രോജൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതിൽ വരുന്നത്, ഗോയിറ്റർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പൊ അത് പൊതുവെ നമ്മുടെ ശരീരത്തിലേക്ക് അതുപോലെ കയറില്ല. നമ്മൾ പച്ചയായിട്ട് കഴിക്കുമ്പോഴാണ് അത് കയറുക. രണ്ടാമത്തത്, പച്ചക്കറികൾ നമ്മൾ കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്താണ്. കാരണം നമ്മുടെ ശരീരത്തിനകത്തേക്ക് വേണ്ട ഒരുവിധം വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് പച്ചക്കറികളിൽ നിന്നാണ് കിട്ടുക, സസ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ കിട്ടുക. അപ്പൊ ഈ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് അതിനകത്ത് ഇന്ന കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി നിർത്തുന്നതിന് പകരം അതുകൂടി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ എത്രമാത്രം ഇൻക്ലൂഡ് ചെയ്യാം എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പൊ അത് ഒഴിവാക്കേണ്ട, അത് ഒന്നുകിൽ വേവിച്ച് കഴിക്കുക, അതുപോലെ തന്നെ അതിന്റെ അളവ് കുറച്ച് കഴിക്കുക. ഓക്കെ. താങ്ക് യു സർ. ഈ സ്ട്രെസ് പ്രധാനമായിട്ടും ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ തൈറോയിഡായിട്ട് കണക്റ്റഡ് ആണ്. സ്ട്രെസ് മാനേജ്മെന്റ്, അതുപോലെ സ്ലീപ്പ്, എക്സസൈസ്, പിന്നെ സാർ പറഞ്ഞ പോലെ കെമിക്കൽ ആയിട്ടുള്ള ചില പ്രോഡക്ട്സ്. ഈ ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തു? പാലുൽപ്പന്നങ്ങൾ. വയറിന് അലർജി സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ, കുടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സാധ്യതയുള്ള ആൾക്കാരാണ്, ഗാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട്, ഇങ്ങനെയുള്ളവരിലൊക്കെ തീർച്ചയായിട്ടും ഡയറി പ്രോഡക്ട്സും ഗോതമ്പും ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം തുടങ്ങാൻ. മീൻസ് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എല്ലാം ഒഴിവാക്കുക, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അറിയാൻ പറ്റും ഏതാണ് എനിക്ക് പ്രശ്നം. അതുപോലെ ബീൻസ് കഴിക്കാന്നൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതിലാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഈ ഗോയിട്രോജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് പൊതുവെ പറയുക. അപ്പൊ പച്ചക്കറികൾ ഒഴിവാക്കരുത്. പച്ചക്കറി കഴിക്കാതെ ഇന്ന് വരെ ഈ കോളിഫ്ലവർ, ക്യാബേജ്, ഈ വെറൈറ്റിയിൽ പെടുന്ന സാധനങ്ങളാണ് ഗോയിട്രോജൻസ് ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് ഒരാളുടെയും തൈറോയ്ഡ് ശരിയാക്കില്ല. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഡയറക്ട്ലി ഇതിനോട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഈത്തപ്പഴം ഉണ്ടല്ലോ, ഈത്തപ്പഴം നല്ല മധുരമുള്ള സാധനം. പക്ഷെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ, കാരൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു 10% മധുരം നമുക്ക് ഫീൽ ചെയ്യാറുള്ളൂ. അപ്പോ അത് അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് ഈത്തപ്പഴം കഴിക്കാൻ പറ്റൂലെങ്കിൽ ഈ കാരക്ക കഴിക്കാൻ പറ്റുമോ? ഈ കാരക്കയിൽ ഈത്തപ്പഴത്തിലുള്ള ഷുഗർ എവിടേക്കായി പോകുന്നത് കാരക്ക ആവുമ്പോ എന്നുള്ള ഐഡിയ ഒന്ന് സംശയം ചോദിക്കാണ്ടായിരുന്നു. ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. പച്ച മാങ്ങയ്ക്ക് നല്ല പുളിയാ. ഈ മാങ്ങ നമ്മൾ പറിച്ചു വെച്ച സമയത്ത് അത് ചെറുതായിട്ട് അതിന്റെ നിറം മാറിയിട്ട് അത് പഴുത്തപ്പോൾ ഈ പുളി പോയിട്ട് ഇതിന് മധുരം വന്നു. എങ്ങനെ വന്നു? അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് അങ്ങനെ നടക്കുന്ന പ്രോസസ് ആണ് അതിന്റെ. അതെ, ഈ പഴങ്ങളില് മധുരം കൊടുക്കുന്നത് ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാണ്. ഈ ഫ്രക്ടോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടിയിട്ടാണ് നമ്മുടെ ടേബിൾ ഷുഗർ വരുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഫ്രക്ടോസും നമുക്ക് പൊതുവേ തരുന്നത് മധുരമാണ്. അതേസമയത്ത് ഇത് തന്നെ കരിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കരിയാവും, അല്ലെ? പഞ്ചസാരയൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ പഴം കൊണ്ടുള്ള എന്തെങ്കിലും സാധനം നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കറുത്തു പോകുന്നത്, അത് കരിയാവുന്നുണ്ട്. മീൻസ് അതിന്റെ കാർബൺ കണ്ടന്റ് ആണ് കൂടുതലാവുന്നത്. അതിൽ നിന്ന് ഓക്സിജൻ, ഹൈഡ്രജൻ ഒക്കെ റിലീസ് ആവും. ഓക്കെ, അതാണ് നമ്മൾ വെള്ളം മീൻസ് അതിനെ ഒന്ന് വരട്ടിയെടുക്കാന്ന് പറയില്ലേ, വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് വെള്ളമാണ് ഇല്ലാതാവുന്നത്. ഈ വെള്ളം ഇല്ലാതാവുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം കൂടി, അത് കാരമലൈസേഷനിലൊക്കെ സംഭവിക്കുന്നത് ഏതാണ്ട് ഇതുപോലെ തന്നെ. അതിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് ചൂടാക്കുന്നത്. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഈത്തപ്പഴം നമ്മൾ വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ചൂടാക്കിയിട്ടോ, പലതരത്തിലുള്ള ഇൻഫ്രാറെഡ് റേസ് വെച്ചിട്ടോ മൈക്രോവേവ് വെച്ചിട്ടോ ഒക്കെ ചൂടാക്കാം. ഇത് ചൂടാക്കുന്ന സമയത്ത് അതിന്റെ നിറം മാറും. അത് കമേഴ്ഷ്യലി പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. എനിവേ, സോ അത് ചൂടാവുകയും ചെയ്യും. അത് ചൂടാവുന്നതിനനുസരിച്ച് അതിന്റെ കാർബൺ കണ്ടന്റ് കൂടുതലാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു മധുരം കുറവ് അനുഭവപ്പെടാം.
എൻസൈം റിയാക്ഷൻസ് നടക്കുന്നത് പൊതുവേ നമ്മൾ വെറുതെ വെച്ചിരിക്കുന്നതിലാണ്. അതേ സമയത്ത് പച്ചമാങ്ങയുടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഈ പച്ചമാങ്ങ തന്നെ നമുക്ക് പഴുപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കാർബൈഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ നേന്ത്രപ്പഴങ്ങൾ ചൂടാക്കിയിട്ടൊക്കെ പുകയിട്ടിട്ടൊക്കെ ചൂടാക്കാറുണ്ട്. ഈ സമയത്ത് നടക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എൻസൈം റിയാക്ഷൻസ് ആണ് നടക്കുന്നത് ഉള്ളില്. പലതരത്തിലുള്ള പ്രോട്ടീൻ, എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീനും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഗ്ലൂക്കോസും തമ്മിലുള്ള റിയാക്ഷൻ, ഫ്രക്ടോസും തമ്മിലുള്ള റിയാക്ഷൻ വഴിയാണ് ഈ ഒരു മധുരത്തില് വ്യത്യാസം വരുന്നത്. അതിലുള്ള മിനറൽസും വിറ്റാമിൻസും നഷ്ടപ്പെടുന്നുണ്ടോ, എത്രത്തോളം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടോ? തീർച്ചയായിട്ടും രൂപമാറ്റം സംഭവിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യുന്ന അളവിലായിരിക്കും കൂടുതൽ വ്യത്യാസം വരിക. അല്ലാതെ ടോട്ടൽ കണ്ടന്റില് വ്യത്യാസം വരില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് എത്ര പെട്ടെന്ന് അത് എടുക്കാൻ പറ്റുന്നു എന്ന്, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലൊക്കെ വ്യത്യാസം വരാം. ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള മധുരവും അധികമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അതിന് ഷുഗറിന് ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ശർക്കര കഴിക്കുന്നതോ അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ മാറ്റിയിട്ട് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നതോ ഒന്നും ഒട്ടും യോജിച്ച ഒരു മെത്തേഡ് അല്ല. ഡയബറ്റിക് ആണോ പ്രശ്നം, ഡയബറ്റിക് പൂർണ്ണമായിട്ടും കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കും, ഡയബറ്റിക് നിൽക്കും. അത് വളരെ സിമ്പിൾ സൊല്യൂഷനാണ്. കാരണം ഇത് വന്നത് എന്തുകൊണ്ടാ? ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയതുകൊണ്ട്. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കും. കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരു ഡയറ്റിലേക്ക്, അങ്ങനെയുള്ള ഡയറ്റുകൾ ഉണ്ട്. അത് പ്രൊമോട്ട് ചെയ്യല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. അപ്പൊ അതിനെ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതിന് ഒരു സ്ട്രക്ചറൈസ് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, അല്ലെ? തടി കൂടിയെന്ന് വെച്ചിട്ട് ഓക്കെ, തടി കൂടിയെന്ന് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മെത്തേഡ് അല്ല. ഭക്ഷണം കഴിച്ചുകൊണ്ട് എങ്ങനെ തടി കുറക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഡയബറ്റിക് വന്നെന്ന് വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. ജീവിതകാലം മുഴുവൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് സ്ലോലി എങ്ങനെ കാർബോഹൈഡ്രേറ്റിനെ ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റും അത് മനസ്സിലാക്കാം, അതിനനുസരിച്ച് ചെയ്യാം. അതൊരു ഹെൽത്തി പാറ്റേൺ ആണ്. അത് ഒരു ഡയബറ്റിക് പേഷ്യന്റിന് മാത്രമുള്ള ഒരു പാറ്റേൺ അല്ല, എല്ലാവർക്കും പറ്റുന്നതാണ്. സാർ, ഒരു സംശയം കൂടി. സാർ, ഈ എൽട്രോക്സിൻ 100 കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടി വരുമോ? തൈറോക്സിൻ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ പൊതുവെ ചെറിയ അളവിൽ തുടങ്ങിയിട്ട് പിന്നെ അതിന്റെ അളവ് കൂട്ടി കൊണ്ടിരുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഇപ്പോ ഷെർലി മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തൈറോയ്ഡ് ഹെൽത്തിനും ബോഡിയുടെ മെറ്റബോളിസത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിന്റെ അളവ് കൂട്ടേണ്ടി വരില്ല എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ ബാക്കി കുറെ പില്ലേഴ്സ് ഉണ്ട് നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് മെന്റൽ ഹെൽത്ത്, റിലാക്സേഷൻ ടെക്നിക്കുകൾ, ബ്രീത്തിങ് എക്സസൈസുകൾ, വ്യായാമം ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല ബോഡി പെയിൻ ഉണ്ടാകുന്ന സമയത്ത്. ഷെർലി മാഡം അതിനുവേണ്ടി തയ്യാറായെങ്കിൽ ഹാറ്റ്സ് ഓഫ്, വളരെ നല്ലത്. പക്ഷെ അത് പറ്റുന്നില്ലെങ്കിലും എവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് മുതൽ നമ്മൾ ചെയ്തു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഇതേ തൈറോയിഡ് ടാബ്ലറ്റിന്റെ അളവ് തൈറോക്സിനോ അല്ലെങ്കിൽ എൽട്രോക്സിനോ ഒക്കെ കുറച്ചിട്ട് നമുക്ക് 75ലേക്കും 50ലേക്കും 25ലേക്കും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. പ്രാക്ടിക്കലി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ടേക്സ് ടൈം. കാരണം ഇത് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടോ ഈ ഒരു 100 mgയിലേക്ക് എത്തിയതായിരിക്കില്ല, അല്ലല്ലോ. അപ്പൊ അതിന് സമയമെടുക്കും. അതുപോലെ തന്നെ ഇത് റിവേഴ്സ് ചെയ്യാനും വേണ്ടിയിട്ടും സമയമെടുക്കും. താങ്ക് യു സർ. യെസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഭുവനേന്ദ്രൻ. സാർ, ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. എനിക്ക് 25 വയസ്സ് മുതൽ ഞാൻ തൈറോയിഡിൻ്റെ അത് കണ്ടുപിടിക്കുകയും അന്ന് ഒരുപാട് കൊളസ്ട്രോൾ കൂടി നിൽക്കുകയും ചെയ്ത അവസ്ഥയിലാണ് അത് പലതും ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് തൈറോയിഡാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയത്. അന്ന് 100 mg തൈറോക്സിൻ ഗുളികയാണ് എന്നോട് കഴിക്കാൻ പറഞ്ഞത്. അത് ആജീവനാന്തം കഴിക്കണമെന്നും പറഞ്ഞു. പക്ഷെ അതിന് ശേഷം ഇപ്പം എനിക്ക് 68 വയസ്സായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ തൈറോക്സിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഈ ഹാർട്ട് സംബന്ധമായിട്ട് ECGയിൽ ഒരു വ്യത്യാസം വന്നപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറെ കണ്ടു.
അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തൈറോക്സിൻ ഇങ്ങനെ തൈറോയിഡ് ഉള്ളത് കൊണ്ടാണ്, ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഹാർട്ടിലേക്കുള്ള ഞരമ്പുകളിൽ ചെറിയ ചുരുങ്ങൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ ചെയ്തു. ഇത് സ്റ്റെൻറ്റൊക്കെ ഫിറ്റ് ചെയ്തു, അതായത് ചുരുങ്ങിയിരുന്ന ഭാഗത്ത് സ്റ്റെൻറ്റ് വെച്ച് വികസിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ അരമണിക്കൂർ നടക്കുകയും, നേരത്തെ ഉണ്ടായിരുന്നു, അരമണിക്കൂർ നടക്കുകയും അരമണിക്കൂർ ഞാൻ യോഗ അഭ്യസിക്കുകയും ചെയ്യുന്നുണ്ട്, അരമണിക്കൂറോളം. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നോർമലാണ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞ് 100 വേണ്ട 88 കഴിക്കാൻ പറഞ്ഞു. 88 കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഗുളിക ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം? ഒരു കുഴപ്പമില്ല. ഞാനൊരു ഡോക്ടറല്ല, ആദ്യം തന്നെ അത് പറയാം. ഇപ്പോഴും കഴിക്കാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് മാറുന്ന സമയത്ത് നിങ്ങൾ 2ഉം 3ഉം പ്രാവശ്യമൊക്കെ ചിന്തിക്കണം. കാരണം റെഗുലറായിട്ട് നിങ്ങൾക്ക് ഒരാൾ ഗൈഡൻസ് തരാനുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കുക, ഒന്നാമത്തത്. രണ്ടാമത്തത്, ഞാനിപ്പോ പറഞ്ഞ കേസില്ലേ, 125 mg നിന്ന് 75 mg അതുപോലെ തന്നെ 50 mg എത്തിയ പേഷ്യൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആരോഗ്യം തിരിച്ചു വരുന്നതുകൊണ്ടാണ്. തൈറോയിഡ് ഗ്ലാൻഡിന് കൊളസ്ട്രോളിൽ മാത്രമല്ല, ലിവറുമായിട്ട്, അതുപോലെ തന്നെ കിഡ്നി ആയിട്ട്, അതുപോലെ ഹാർട്ടും ആയിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ള ഒരു ഗ്ലാൻഡാണ്. അപ്പോ അവരുടെയൊക്കെ പ്രവർത്തനത്തില്, കാരണം ഇതൊക്കെ നമ്മൾ വിശ്രമിക്കുമ്പോൾ പോലും വർക്ക് ചെയ്യുന്ന ഓർഗൻസ് ആയവയൊക്കെ. അപ്പൊ റെസ്റ്റിംഗ് മെറ്റബോളിസം കൂടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ആവശ്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന പല ടാബ്ലറ്റുകളും T4 മാത്രമാണ്. T4ഉം T3യും തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ കോമ്പിനേഷൻ വെറും T3 മാത്രം ഉപയോഗിക്കാറില്ല. വെറും മീൻസ് ആ ഒരു ഹോർമോൺ മാത്രമായിട്ട് ആക്റ്റീവ് ഫോമിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് കുറേ ആക്റ്റീവ് ഹോർമോണും പിന്നെ അന്നത്തെ ദിവസം ഇല്ല എന്നുള്ള രീതിയിലും എത്തുക ചെയ്യാം. അപ്പൊ അതിന് പകരം T4 ഹോർമോൺ കഴിച്ചിട്ട് അതും വെറും വയറ്റിൽ കഴിക്കാൻ പറയുന്ന, അതിനുശേഷം നമുക്ക് സമയം വേണം, ഗ്യാപ്പ് വേണം. ഇതൊക്കെ ഞാൻ അടുത്ത സെഷനിൽ കവർ ചെയ്യാൻ കേട്ടോ. അതിനുശേഷം ഗ്യാപ്പ് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ. അപ്പൊ അതൊക്കെ ആകുമ്പോഴാണ് ഇത് പ്രോപ്പർ ആവുന്നത്. സോ നിങ്ങളുടെ കേസിൽ ഈ ഒരു എക്സസൈസും അതുപോലെ തന്നെ ഡയറ്റും നമുക്ക് ഒരു പ്രധാന ഗുണം എന്താണെന്നറിയോ? നമ്മള് പൊതുവെ ഡയറ്റിൽ വ്യത്യാസം വരുത്തി അതിനുശേഷം എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ ശരിക്ക് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡയറ്റിൽ മാത്രമല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവുക, അതിൻ്റെ ഒന്നിച്ച് വ്യായാമം തുടങ്ങിയിട്ടുണ്ടാവും, അതിനൊന്നിച്ച് സമയം മാറ്റിയിട്ടുണ്ടാവും, ഭക്ഷണത്തിന്റെ കഴിക്കുന്ന സമയം മാറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെ ഈവൻ ഉറക്കം അതുകൊണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ടാവും. അതുകൂടാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് സ്ട്രെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ മാറുകയും ചെയ്യും. ഇതൊക്കെ റിവേഴ്സ് തലതിരിഞ്ഞു പോകും. അപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്ന് അസുഖം വരും. സ്ട്രെസ്സൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പൊതുവെ അങ്ങനെയാണ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, വ്യായാമം മാത്രമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടാവും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മാറ്റേണ്ട ഒരു ഭക്ഷണ പാറ്റേൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗോതമ്പ് പ്രോഡക്ട്സിന്റെ ഉപയോഗമാണ്. ഒഴിവാക്കണം. എല്ലാ തരത്തിലുള്ള ഗോതമ്പ്, അത് റസ്ക് ആയിക്കോട്ടെ, മൈദ ആയിക്കോട്ടെ, പൊറോട്ട ബന്ധപ്പെട്ടാണ് ഗ്ലൂട്ടിൻ. സാർ, നമ്മുടെ സ്ഥിരം കുടിക്കുന്ന വെള്ളത്തില് ചിരട്ട, നമ്മള് സ്ഥിരം കുടിക്കുന്ന വെള്ളത്തില് ചിരട്ട, അതുപോലെ ഇഞ്ചി, ഉലുവ എല്ലാം കൂടെ ചേർത്തിട്ട് കുറേശ്ശെ അളവില് ചേർത്ത് വെള്ളം തിളപ്പിച്ച് സ്ഥിരമായിട്ട് കുടിക്കുവാണെങ്കിൽ അത് ഒരു പരിധിവരെ ഈ കൊളസ്ട്രോള്, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, തൈറോയിഡ് എല്ലാത്തിനെയും പറഞ്ഞോളൂ, കേൾക്കുന്നില്ലല്ലോ. ഓക്കെ സാർ. അപ്പം അത് ഒരു പരിധിവരെ എനിക്കും ഒരു തവണ നേരത്തെ എന്തോ
ഒരു തവണ നേരത്തെ എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോ അത് തന്നെയല്ല, ഒരു തവണ ഒരു ലാബിൽ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് തൈറോയിഡ് ഉണ്ട് എന്ന് കണ്ടായിരുന്നു. വേറൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പം തൈറോയിഡ് ഇല്ല എന്നാണ് കണ്ടത്. അപ്പൊ നമ്മള് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന അസുഖം ഉണ്ട് എന്ന് നമ്മള് ആദ്യം തന്നെ വിലയിരുത്താതിരിക്കുക. ഇപ്പൊ ഒരു ലാബില് ചിലപ്പം ആ ടെക്നോളജി ചിലപ്പോ എന്തെങ്കിലും ബാഡ് ഇഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം അത് നമ്മൾ 2-3 ഇടത്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങാനും. അതുപോലെ തന്നെ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സെൽഫായിട്ട് കൺട്രോൾ ചെയ്യണം അല്ലേ? മാഡം, അതില് ലാബിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പല ലാബുകളും പലതരത്തിലുള്ള ടെസ്റ്റിംഗ് മെത്തേഡുകളാണ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ ശരീരം പല സമയത്തും പല രീതിയിലാണ് വർക്ക് ചെയ്യുക. അതിന് സ്ട്രെസ്, കോർട്ടിസോളുമായിട്ടൊക്കെ അതിന് ഒരുപാട് ബന്ധമുണ്ട്. അപ്പൊ ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം ഞാൻ പറയുകയാണെങ്കിൽ പല ലാബുകളും ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുമ്പ് എന്താണ് പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അത് കിട്ടുമ്പോഴേ തന്നെ അവർക്കൊന്നും പാറ്റേൺ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാറ്റേൺ അവർക്ക് തരുന്നതിനും എളുപ്പമാണ്. എന്ന് വെച്ചിട്ട് നമുക്ക് അവിശ്വസിക്കാൻ ഒരു കാര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ അവിശ്വസിക്കാവൂ. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണ്. തൈറോയിഡ് പോലെയുള്ള കേസുകളിൽ ഓക്കെ ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നു ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ പോകണം. ഇമ്മീഡിയറ്റ്ലി ഒരു ഡിസിഷൻ എടുക്കരുത്. അതേ സമയത്ത് ജസ്റ്റ് ഒരു TSH ലെവൽ നോർമൽ ആണോ അല്ലെങ്കിൽ അത് കൂടുതലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സംശയിക്കരുതെന്ന് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് സ്യൂട്ടബിൾ ആയി എന്നുള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ശരീരത്തിന് അത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. അതുപോലെ തന്നെയാണ് വേറെ ഏതെങ്കിലും ഒരു വീട്ടില് ഉള്ളവർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോഴും. ഇപ്പൊ പല കാര്യങ്ങളും ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% മാറുന്നൊക്കെ പറഞ്ഞിട്ട് പലരും പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പലരും പറഞ്ഞു കൊടുക്കുന്നത് ഒരുപക്ഷെ ഞാൻ തെറ്റാന്ന് പറയും. എല്ലാവരുടെയും ശരീരം വേറെ വേറെയാണ്. എല്ലാവരുടെയും ശരീരം ഇൻഡിവിജ്വൽ ബേസ് ആയിട്ടല്ല. ഒരു തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് മാത്രമായിട്ടല്ല വർക്ക് ചെയ്യുക. ഞാനിപ്പോ തൈറോയിഡിനെ പറ്റി പറഞ്ഞപ്പോൾ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും തൈറോയിഡ് സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ചും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യത്തിന് ഞാൻ എന്തൊക്കെ ചെയ്യണോ ഇത് പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക് അപ്ലൈ ചെയ്യണം എന്നില്ല. കൊളസ്ട്രോൾ ഒക്കെ വലിയ കാര്യമായി. കൊളസ്ട്രോൾ ഒന്നും ഒരു തരത്തിലും സ്യൂട്ടബിൾ ആവണമെന്നില്ല. ചില ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഫുഡ് പാറ്റേൺ വെച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ഒരുപക്ഷെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, വെളുത്തുള്ളിയൊക്കെ പച്ചയ്ക്ക് രാവിലെ കടിച്ചു തിന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സെഷനിൽ ഞാൻ പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എന്താണോ എല്ലാവർക്കും അപ്ലിക്കബിൾ ആവുന്നത് അതിലൊരു പക്ഷേ ഞാൻ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കുറക്കണമെങ്കിൽ ഫ്രക്ടോസിന്റെ അളവ് കുറക്കാൻ പറയും. ഫ്രൂട്ട്സിന്റെ അളവ്, അതും പ്രത്യേകിച്ചും നൈറ്റ് ടൈമിൽ നമ്മൾ ഇങ്ങനെ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രക്ടോസും മറ്റ് ഗ്ലൂക്കോസും തമ്മിലുള്ള കോമ്പിനേഷൻ, കാർബോഹൈഡ്രേറ്റ്, നമ്മൾ ചോറിന്റെ കൂടെ തന്നെ ചോറ് കഴിച്ച ഉടനെ പഴം കഴിക്കുക, ഇങ്ങനെയുള്ള മെത്തേഡൊക്കെ, അല്ലെങ്കിൽ ഈവൻ ഫ്രൂട്ട് സലാഡ് കഴിക്കുക, അതൊക്കെ ഒരുപക്ഷെ ഞാൻ ഒഴിവാക്കാൻ പറയും. കാരണം ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാവർക്കും ഇത് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരം അതുമായിട്ട് കുറെ അഡാപ്റ്റ് ആയി പോകുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതൊരു പക്ഷേ മാഡം കഴിഞ്ഞ എത്ര മാസമായി എന്ന് എനിക്കറിയില്ല, ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള പറഞ്ഞല്ലോ വെള്ളത്തിന്. ഇത് പൊതുവെ ജീരകം അല്ലെങ്കിൽ ജീരകവെള്ളമാണ് പൊതുവെ മുമ്പൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന് പകരം ദാഹശമനി എന്ന് പറഞ്ഞൊരു കാര്യം വന്നു. ദാഹശമനി തെറ്റാ എന്റെ അഭിപ്രായത്തില്. ദാഹം ശമിപ്പിക്കുകയല്ല വേണ്ടത്, കുടിച്ചിട്ട് തീർക്കുകയാണ് വേണ്ടത്, അല്ലെ? അപ്പൊ ഇതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു അത് നമ്മുടെ ശരീരത്തിന് സ്യൂട്ടബിൾ ആവുന്നില്ലെങ്കിൽ നമ്മൾ അത് മാറ്റാൻ റെഡി ആവണം. അതിനാണ് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നത്, എല്ലാം എന്തൊക്കെ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കും അതൊക്കെ മാറ്റുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഇത് നമ്മുടെ ശരീരത്തിന് പറ്റും, ഇത് പറ്റില്ല. സമയമെടുക്കും, മേ ബി 2-3 മാസം. യു ആർ ദ ബെസ്റ്റ് ഡോക്ടർ. നിങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ഏറ്റവും നല്ല ഡോക്ടർ. അപ്പൊ നിങ്ങളൊന്ന് ഈവൻ സെൽഫായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഈ സമയത്ത് ഭക്ഷണം കഴിച്ചത് ശരിയായോ, രാത്രിയിൽ കഴിച്ചത് ഓവറായോ, ഇതൊക്കെ അറിയാൻ പറ്റും അല്ലെ? ആ ഒരു മെത്തേഡ് ആയിരിക്കും ഒരു പക്ഷേ ഇതിൽ നിന്നൊക്കെ ഏറ്റവും നല്ലത്. അൺലെസ് അണ്ടിൽ നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് അത്യാവശ്യമായി ലൈഫ് സേവിങ് ആയിട്ടുള്ള മരുന്നുകൾ കഴിച്ചേ പറ്റൂ എന്നില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഒത്തിരി കേസുകൾ ഇപ്പൊ രാവിലെ എടുക്കുന്ന ഒരു സെഷനിലത്തെ പുസ്തകം എന്ന് പറയുന്നത് ഓൺ യുവർ ബോഡി എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അപ്പൊ
ഇതിനകത്ത് ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ പല ഓർഗൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഡോക്ടറുടെ ബുക്ക് തന്നെ, ശിവ് സരി എന്ന് പറഞ്ഞ ഒരു ബുക്ക്, ഒരു ഡോക്ടറുടെ ബുക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല കേസ് സ്റ്റഡീസും വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ആയിരിക്കില്ല. ബട്ട് വാട്ട് ഈസ് ആപ്ലിക്കബിൾ, നിങ്ങൾക്ക് എന്താണ് ആപ്ലിക്കബിൾ ആവുന്നത് അത് നിങ്ങൾ മാറ്റാൻ റെഡി ആവുക എന്ന് പറയുന്നതാണ്. ഇതാണ് പൊതുവെ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ സർ, 8:30. ഓക്കെ, അപ്പൊ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകും. തുടർന്ന് നമുക്ക് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കാരണങ്ങൾ, അതിന്റെ പരിഹാര മാർഗങ്ങൾ, തീർച്ചയായിട്ടും ഈ തൈറോയിഡിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമഗ്രമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം സ്ട്രെസ് ഒരു ഫാക്ടറാണ്, അതുപോലെ തന്നെ എക്സസൈസ് ഒരു ഫാക്ടറാണ്. അങ്ങനെയുള്ള എല്ലാം വളരെ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സലിൽ സാറിന് സ്വന്തമായ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. വളരെ ക്രിയാത്മകമായിട്ടുള്ള എന്താ പറയുന്നത്, ഈ പറയുന്ന രീതിയിൽ ശാരീരിക എന്താ പറയുന്നത്, സർവൈവലിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്കുകളും സാറ് പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ സാറിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും തരാം. സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് കയറുകയാണ്. താങ്ക് യു വെരി മച്ച് സർ. സർ താങ്ക് യു സർ, ഗുഡ് നൈറ്റ്. ഓക്കെ സർ, ബൈ. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത സെഷനിലേക്ക് പോകണം.